ഹലോ ഹലോ. പഠിച്ചപ്പോൾ വിചാരിച്ചത് ഈ ക്യാമറ ഭയങ്കര ചെറിയ ക്യാമറയാണെന്നാണ്. പക്ഷേ ക്യാമറ വലിയ ക്യാമറയാണ്. ഇത് വെച്ചിട്ട് രാവിലെയൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്ന് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ്. അതായത് ഞാൻ തീരുമാനിച്ചു എന്താ ചെയ്യാൻ പോണേന്ന്. അപ്പം ഇതിന് പിന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോണത്, ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള ബാക്കി ഉള്ള ദിവസം ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പം ഇത്രയും ദിവസം ബിഫോർ ആയിരുന്നു, ഇനി ആഫ്റ്ററാണ്. അപ്പോൾ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലെ. അപ്പം ഞാൻ മൈക്കൊന്ന് വയ്ക്കട്ടെ, അല്ലെങ്കിൽ വീഡിയോ എപ്പോഴും പോലെ ഭയങ്കര വലിയ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ വീഡിയോ 20 മിനിറ്റ് 18 മിനിറ്റ് ഉണ്ടാക്കാം. അത് സ്പീഡാക്കി കിട്ടിയിട്ട് ഒരു രസമില്ലായിരുന്നു. അപ്പോൾ ചെയ്യാൻ പോകണം 75 ഹാർഡ് ഡേയ്സ് അല്ലേ. ഞാനിത് പണ്ട് കേട്ടിട്ടുള്ളൂ, എന്താ പരിപാടിയൊന്നും അറിയില്ല. പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ കുറച്ചൊക്കെ അറിയാം. അതായത് ഒരു 75 ദിവസം നമ്മൾ കുറച്ച് റൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് പോണെയാണ് ഈ 75 ഹാർഡ് ഡേ ഹാർഡ് ചലഞ്ച്. അപ്പോൾ റൂൾസ് എന്ന് പറയുന്നത് 4 ലിറ്റർ വെള്ളം, പിന്നെ രാവിലെ ഒരു 45 മിനിറ്റ് രാവിലെ വയ്ക്കും, അല്ലെങ്കിൽ മോർണിംഗ് 45 മിനിറ്റ് ഔട്ട്ഡോറോ ഇൻഡോറോ സെക്ഷൻ, വൈകിട്ട് 45 മിനിറ്റ് ഔട്ട്ഡോറോ ഇൻഡോർ. പക്ഷേ ഇത് രണ്ടിലൊന്ന് മാൻഡേറ്ററി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 45 മിനിറ്റ് ഇൻഡോർ ആണെങ്കിൽ വൈകിട്ട് 45 മിനിറ്റ് ഔട്ട്ഡോർ ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു ബുക്കിൻ്റെ ഒരു 4 പേജോ 10 പേജോ വായിക്കാം. ബുക്ക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിക്ഷനല്ല, നോൺ ഫിക്ഷനായിട്ടുള്ള ബുക്കിൻ്റെ 4 പേജോ 10 പേജോ വായിക്കാം. പിന്നെ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യാൻ പോണ ടാർഗറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചുമ്മാ 75 ഡേ ഹാർഡ് ചലഞ്ച് തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതിനകത്ത് കുറച്ച് ടാർഗറ്റ് വേണം. ടാർഗറ്റ് ഇല്ലെങ്കിൽ ചുമ്മാ അത് പൊള്ളയാണ്. അപ്പോൾ ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഈ വ്യാഴാഴ്ച ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ച നാളെ വ്യാഴാഴ്ച. അപ്പോൾ എന്താ പറയുക, ടാർഗറ്റ് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊള്ളയായിരിക്കും പോകത്തുള്ളൂ. അപ്പോൾ ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഞാനിപ്പോൾ വെയ് ചെയ്യുന്നത് 102 kg ആണ്. ആ 102 kg ഒരു 85 ആവുക ഈ 75 ഡേയ്സിനുള്ളിൽ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലറി ഡെഫിസിറ്റും അങ്ങനെയുള്ള, അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കാലറി ഡെഫിസിറ്റ് പോലെ ചെയ്തിട്ട് അത് മാത്രം ഇൻടേക്ക് ചെയ്തിട്ട്, അതായത് ക്ലീനായിട്ട് കഴിക്കുക, ക്ലീനായിട്ട് ഇരിക്കുക, അതാണ് ഒരു പ്ലാൻ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇൻകം റിസോഴ്സാണ്. അതായത് ഇപ്പോൾ ഉള്ളത് ഇൻകം റിസോഴ്സാണ്. അത് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ ഇൻകം റിസോഴ്സ് അത് കണ്ടുപിടിക്കും. അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രേഡിങ്ങാണ്. അപ്പോൾ ട്രേഡിങ് വെച്ചിട്ട് എക്സ്ട്രാ ഇൻകം റിസോഴ്സ്, അതും ഒരു ചലഞ്ച് പോലെ തന്നെ. അതായത് ഫ്ലിപ്പ് ചെയ്യുക. ഇതിനകത്ത് ഉള്ളവർക്ക് അറിയാം, അതായത് നമ്മൾ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് അതിനെ ഫ്ലിപ്പ് ചെയ്യണതാണ്. ഫ്ലിപ്പ് ചെയ്തിട്ട് വലിയ എമൗണ്ടാണ്. ഭയങ്കര റിസ്ക്കാണ്. അതായത് ഇടുന്ന എമൗണ്ട് എല്ലാം വാഷ് ഔട്ടായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് ഫുള്ള് കാലിയായി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഭയങ്കര ഇതാണ്. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഫോറക്സ് മാർക്കറ്റാണ്. അത് ലീഗലാണോ ഇല്ലീഗലാണോ അതൊക്കെ വേറെ സെഷനാണ്. അപ്പോൾ അതൊരു ഗ്രേ മാർക്കറ്റിൽ പറഞ്ഞ ഗ്രേ ഷെയ്ഡിൽ പറഞ്ഞ ഐറ്റമാണ്. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, ഇഷ്ടംപോലെ ആൾക്കാർ. ഇതിനകത്തെല്ലാം പ്രൊവൈഡ് ആവുക എന്നുള്ളതാണ് ഒരു കാര്യം. വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. വേറൊരാൾക്ക് തടി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്കും തടി വയ്ക്കാം. വേറൊരാൾക്ക് ട്രേഡിങ്ങിലുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉണ്ടാകും. വേറൊരാൾക്ക് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്താൽ മതി. അപ്പം അതിനുള്ള പുഷാണ് എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ പറ്റും അത്രത്തോളം പുഷ് ചെയ്യുക, ഇതെല്ലാം സാധിച്ചെടുക്കാം. എത്രത്തോളം നമ്മളെ തന്നെ പുഷ് ചെയ്യാൻ പറ്റും അത്രത്തോളം പുഷ് ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യുക. ദിസ് ഈസ് ദ പ്ലാൻ. വേറെ ഒന്നുമില്ല. ദിസ് ഈസ് ദ പ്ലാൻ. നമുക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നുണ്ട്. രാവിലെ മൾട്ടിപ്പിൾ വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരുമിച്ചിടാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ട് ഇടാം.
ഇതൊന്ന് ഫോറിലേക്ക് തന്നെ ആണ്. ഇത് കുറച്ച് അകത്തുള്ള റെസിഡൻഷ്യൽ ഏരിയകളുള്ള പരിപാടിയാണ്. നല്ല ഏരിയ, നമ്മുടെ കോറമംഗല ക്ലബിൻ്റെ അവിടെയൊക്കെ നല്ല ഏരിയ. പിന്നെ ഇത് ഞാൻ ഇതിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇതിൻ്റെയൊക്കെ തന്നെ അപ്ഡേറ്റ്സ് ഡെയിലി ഇടും, ഫോട്ടോ ആയിട്ടോ വീഡിയോ അല്ലാണ്ട് ഫോട്ടോ ആയിട്ട് തന്നെ. ഫോട്ടോ ആകുമ്പോൾ വായിക്കാനൊക്കെ എളുപ്പമല്ലേ, അപ്പോൾ അപ്ഡേറ്റ്സ് ഇടുന്നതാണ്. ഇത് നല്ല ഏരിയ. ഞാൻ ഉടനെ തന്നെ വേറൊരു ചാനൽ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ ASMR വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്, അതിനകത്ത് നല്ല ഇൻട്രാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം ASMR വീഡിയോസ് എടുക്കാൻ എനിക്ക് പാടില്ല. രാവിലെ ഓഫീസിലും വൈകിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് എടുക്കാമല്ലോ, എടുക്കാം. അതെടുത്തിട്ട് ASMR വീഡിയോ ആയിട്ട് ഇടാം. ചിലപ്പോൾ ഇതിന് ഈ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ വീഡിയോ അതേപോലെ ഞാൻ പോസ്റ്റ് ചെയ്യും, വേറെ കണ്ടിന്യൂഷൻ. ഈ വീഡിയോ അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ.